വിനോദ് ചേട്ടാ നമസ്കാരം. നമസ്കാരം. ഒരു കപ്പത്തോട്ടത്തിലാണല്ലോ നിൽക്കുന്നത്. നമ്മുടെ 6 മാസം കപ്പത്തണ്ടാണ് ഇത്. നാട്ടിൽ നിന്ന് കൊണ്ടതാണ് ഈ സംഭവം. ഇതിപ്പോൾ 6 മാസം ആയാലും ഇതിപ്പോൾ സെപ്റ്റംബർ 5-ാം തീയതി ഇട്ട കപ്പയാണ്. സെപ്റ്റംബർ 5 ഇപ്പോൾ ഈ 5-ാം തീയതി 3 മാസം കറക്റ്റ് ആയുള്ളൂ. ഇപ്പൊ തന്നെ ഇപ്പം അതിൻ്റെ കവളായിട്ടുണ്ട്. ഞാനിപ്പോൾ ഇത് ചെയ്യുന്ന വള രീതികൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജൈവവളമാണ് ഉദ്ദേശിക്കുന്നത്. ഇവിടെ കലക്കിയിട്ടുണ്ട്. അതിപ്പോൾ തന്നെ കാണിച്ചു തരാം. അതിന് ജൈവപിണ്ണാക്ക്, കടലപ്പിണ്ണാക്ക്, ചാണകം, പിന്നെ അതിൻ്റെ കൂടെ പൊട്ടാഷ്യം കൂടെ ചാലിച്ച് ചേർക്കും. അങ്ങനെയാണ് ഇതിൻ്റെ പരിപാടി. ആദ്യം പാറ്റപ്പോൾ സ്റ്റിച്ച് ഇട്ട് കൊടുക്കും. ഇത്ര കേസ് വിളിച്ചു 4 പേരിൽ മാത്രമേ ഇടാറ്. നമ്മൾ ഈ ഭക്ഷിക്കുന്ന സംഭവം ആയതുകൊണ്ട് ഒത്തിരി രാസവളത്തിൽ നമുക്ക് പോകില്ല. രാസവളം കൂടുതലൊന്നും കൊടുക്കുന്നില്ല. അതാണ് നമ്മുടെ കപ്പയ്ക്ക് കിലോയ്ക്ക് ഇവിടെ 4 കിലോ 100 വിറ്റപ്പോൾ നമ്മുടെ കിലോ 1 കിലോ 40 രൂപയ്ക്ക് പോയത്. ഒഴിച്ചു പോയത്. അപ്പോൾ ലാസ്റ്റ് കപ്പ വീതം വെച്ച് കൊടുക്കുന്ന അവസ്ഥ. അങ്ങനെ കൊടുത്തു അല്ലേ? അതാണ് എന്നെ കപ്പ കൃഷിയിലേക്ക് പോകുന്നത്. ഞാൻ ഇലക്ട്രീഷ്യൻ്റെ പണിയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ കൃഷിയിലേക്ക് താല്പര്യപ്പെട്ടത് ഇതിന് വേണ്ടിയാണെങ്കിൽ ഞാൻ കൃഷിയിലേക്ക് മാറിയത്. ഇപ്പോൾ ഇലക്ട്രീഷ്യൻ ജോലി ചെയ്യുന്നില്ല നിലവിൽ. ജോലി എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ഇതിനുള്ള വളം മേടിക്കാനും മറ്റേ എൻ്റെ ചിലവ് ആവശ്യങ്ങൾക്ക് വേണ്ടി അത്യാവശ്യം മോട്ടർ പണിക്കൊക്കെ പോകുന്നു. ഇതിന് ഇവിടെ ചാണകം പുളിപ്പിച്ച് ഒഴിച്ചിട്ടുണ്ട്. ചാണകം സ്വേറിയാനോട് ഉണ്ടാക്കുന്നുണ്ട്. ഇവിടെ ഉണ്ടാക്കിയിടുക. മേടിക്കേണ്ടതല്ല. അതാണ് ഈ കപ്പയുടെ പ്രശ്നങ്ങൾ. പിന്നെ ഇത് എല്ലാവർക്കും ചെയ്യാവുന്ന ഒരു കൃഷിയുള്ളൂ. അത്യാവശ്യമായിട്ട് 6 മാസം കൊണ്ട് ഒരു പൈസ കിട്ടുന്ന ഒരു സംഭവം വേറെ ഒന്നും ഞാൻ കണ്ടെത്തിയില്ല. പിന്നെ കാലിൻ്റെ ഒരു പ്രോബ്ലം ഉണ്ടല്ലോ നമുക്ക്. വികലാംഗനാണല്ലോ. പിന്നെ സർക്കാരിൽ ഒന്നും തരുന്നില്ലെങ്കിൽ പോലും നമുക്ക് പെൻഷൻ പരകടപ്പോൾ അന്നെ പിടിച്ചെടുത്ത് മുടങ്ങി കിടക്കാനും നമുക്ക് കൃഷി ചെയ്താലും ജീവിക്കാൻ പറ്റും എന്നൊരു ധൈര്യമാണ്. കൃഷി ചെയ്ത് കഴിഞ്ഞാൽ കൃഷി നമ്മൾ ചതിക്കില്ലെന്ന് ഉറപ്പുണ്ട്. ഇപ്പം നമ്മൾ ഈ നിലവിൽ എനിക്ക് 1,00,000 അടുത്ത് 1,00,000 രൂപയുടെ അടുത്ത് തന്നെ കപ്പ എനിക്ക് കിട്ടിയിട്ടുണ്ടല്ലേ? തണ്ട് ഞാൻ വിലയ്ക്ക് വയ്ക്കുന്നത്. ഒരു തണ്ടിന് 20 രൂപ വയ്ക്കും. 20 രൂപ വെച്ച് കിട്ടുന്നുണ്ടല്ലേ? 6 മാസ കപ്പ അല്ലേ? ആ തണ്ടും പിടിക്കാൻ ആൾക്കാരുണ്ട്. മറ്റുള്ള കപ്പയുടെ രീതി വെച്ച് നോക്കുമ്പോൾ ഇതിന് പരിചരണം കൂടുതൽ വേണോ അതോ കുറവാണോ? അതായത് പരിചരണം കുറവ് മതി. നമുക്കിപ്പോൾ ഇതിപ്പോൾ ഒരു ഏരിയ എടുത്തു. ജസ്റ്റ് ഒരു ഏരിയ എടുത്ത് കഴിഞ്ഞ ശേഷം ഇപ്പൊ കപ്പത്തണ്ട് നട്ടു. ഇപ്പൊ 3 മാസം ആയുള്ളൂ. ഇപ്പൊ ഒരു കാലായത്ത് ഇടയ്ക്കൊരു കാട് പിടി. ഇതെല്ലാം ഒരു വളമൊഴിക്കൽ. ഇനി വേറെ പരിപാടി ഇനിയില്ല. പണികളെല്ലാം തന്നെ ചെയ്യുന്നുണ്ട്. അത്യാവശ്യം ഏരി എടുക്കാൻ വേണ്ടി പണിക്കാരെ കൂട്ടുന്നുണ്ട്. കാലിലൊരു വൈകിലോ ഉള്ളത് എനിക്ക് ഏരി വെട്ടാൻ പാടുണ്ട്. ഞാൻ കാണിച്ചു കൊടുക്കുമ്പോൾ അവർ ചെയ്ത് അപ്പൊ ചെയ്തതിനനുസരിച്ചാണ് കാര്യങ്ങൾ. സാധാരണ നമുക്ക് ഹൈറേഞ്ചിൽ മറ്റൊരു പ്രശ്നമുണ്ട്. ഈ കാട്ടുപന്നി ശല്യം കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ഇവിടെ ചുറ്റും കയ്യാലെയാണ്. ഞാനിപ്പോൾ എനിക്ക് വേണ്ടി ചെയ്യുന്നുണ്ടെങ്കിൽ നെല്ല് വറുത്ത് വിഷം ചേർത്ത് നെല്ല് വറുത്താണ് ഇടുന്നത്. നെല്ല് പുഴുങ്ങിട്ട് വിഷം ചേർത്ത് ആ വെതറുമാണ് ഇതിനകത്ത്. അപ്പോൾ വെതറുമ്പോൾ എലി ഏത് നെല്ല് കണ്ടാലും എലി പൊട്ടിക്കുമ്പോൾ അങ്ങനെയാണ് എലിനെ ഞാൻ തുറത്തുന്നത്. ഇപ്പോൾ ഇത് ഫോറസ്റ്റ് ഏരിയ, ഫോറസ്റ്റ് പോലെ നടക്കുക സംഭവം. ഇതിങ്ങനെ കയ്യാലെ സാധാരണ ഇപ്പോൾ ഇവിടെയൊക്കെ എത്തേണ്ടതാണ് നിലവിലല്ലേ? ഇത്തരം സംഭവങ്ങൾ. അപ്പോൾ നമ്മളിപ്പോൾ ഇങ്ങനെ വരുമ്പോഴേ ഇപ്പോൾ ഇവിടെ കുറേ 2 മീൻകുളവും കൂടെ കാണുന്നുണ്ട്. ഇത് നമ്മുടെ പിള്ളേച്ചെന്ന് പറഞ്ഞ പുള്ളിയുടെ മീൻകുളമായിരുന്നു. പക്ഷേ ഇപ്പോൾ പുള്ളിക്ക് വയ്യാതെ, പുള്ളിക്ക് സുഖമില്ലാത്തതുകൊണ്ട് ഇപ്പോൾ നമ്മളാണ് ഇതിന്റെ കാര്യങ്ങളൊക്കെ പരിചയമൊക്കെ നോക്കുന്നത്. ഇതും ലാഭകരമാണ്. മീൻ ലാഭകരമാണ്. പുല്ല് തിന്ന പുല്ല് തിന്നും. ഗ്രാസ് കാർപ്പ് പോലുള്ള മീനുകൾ അല്ലേ? കാണാം അവിടെ. കാണാൻ സാധ്യത. വെള്ളം കയറ്റി വിട്ടുള്ളൂ. വെള്ളം ഇറങ്ങിപ്പോയി. അപ്പോൾ വെള്ളം എങ്ങനെ ഇറക്കി കയറ്റി വിട്ടുണ്ടോ? മീൻ പോകുന്നുണ്ടോ? മീനുണ്ടല്ലോ. ഇതുണ്ട് ഇതുണ്ടോ? അപ്പം ഈ മീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നമുക്ക് ഇത് ലാഭകരമായിട്ട് ചെയ്യാം. കാരണം ഇപ്പോൾ പാടത്ത് വേറെ കൃഷിയില്ല. നെല്ല് കൃഷി ചെയ്താൽ ഇത് ആറ്റയായി ഇതായി ഒന്നും നമുക്ക് തരുന്നില്ല. അപ്പം അതിനുള്ള സെറ്റപ്പില്ല. കാരണം ഇതിൻ്റെ കൃഷി രീതിക്ക് ചിലവ് കൂടുതലാണ് നെല്ല് കൃഷി ചെയ്യുമ്പോൾ. അപ്പം ആ നേരത്തിന് ആൾക്കാർ ഇതിപ്പോൾ കണ്ടെത്തിയേക്കുന്ന ഒരു സംഭവമാണ്. പുള്ളി കണ്ടെത്തിയ സംഭവമാണ്. ഇങ്ങനെ മണ്ണ് കിറ്റാച്ചിക്ക് മണ്ണ് മാറ്റി ഒരു തടം ഉണ്ടാക്കി, കായൽ പോലെ തടാകം ഉണ്ടാക്കി അതായത് മീൻ കുഞ്ഞുങ്ങളെ മേടിച്ച് വിട്ടു. ഇപ്പോൾ അതിനകത്ത് കൊടുക്കുന്ന കഴിഞ്ഞാൽ പുല്ല്, പിന്നെ മീൻ തീറ്റ മേടിക്കാൻ കിട്ടും. മീൻ തീറ്റ മേടിച്ചൊന്നും കൊടുത്തൊന്നും മീൻ മോലാവില്ല, നമുക്ക് മോലാകത്തില്ല. അപ്പം മീൻ തീറ്റയ്ക്ക് ഭയങ്കര വിലയാണ്. അപ്പോൾ അത് കാരണം നമ്മൾ പുല്ലുകളും മോട്ടർക്കൂസിൻ്റെ ഇല, പച്ചക്കറി കടയിൽ കിട്ടുന്ന തക്കാളി, അങ്ങനെ വേസ്റ്റുകൾ കൊണ്ട് ഇട്ട് കൊടുക്കുന്ന ഭാഗമാണ് കാണുന്നത് ഇതിലല്ലേ. അപ്പോൾ കടയിൽ നിന്നാണ് ഇച്ചിരി 2 പ്ലാസ്റ്റിക് അത് എടുത്തു കളഞ്ഞില്ല. അത് ഇങ്ങനെ അത് കടയിൽ നിന്ന് വന്ന വേസ്റ്റിനകത്ത് അവർ തള്ളി വിടുന്ന. അത് നമുക്ക് ഭാര്യമായിട്ടേ വരുള്ളൂ. എന്നാലും ഇതിങ്ങനെ തന്നു വിടുന്നത്. അപ്പോൾ അതിനകത്ത് മീനുണ്ട്. പക്ഷേ ഇത് നമ്മൾ സ്വന്തമായിട്ട് കൃഷി ചെയ്ത് സ്വന്തമായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ലാഭകരമായി. 200 രൂപ കിലോയ്ക്ക് 200 രൂപ വില കിട്ടിയാലും നമുക്കിത് ലാഭകരമാണ്. പക്ഷേ വേറെ ആരെങ്കിലും പണിക്ക് കൂട്ടിയോ തൊഴിലിന് അതിനുള്ള അനുസരിച്ച് പൈസ കൊടുത്തൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നഷ്ടമാണല്ലേ? പണിക്കൂലി പറഞ്ഞാൽ ഒരുത്തൻ പണിയാൻ പറ്റുമെങ്കിൽ 700 രൂപ, ഒരു 650 700 രൂപ ചാപ്പാടും കൊടുത്ത് 2 മണിയാകുമ്പോൾ കയറും. അപ്പോൾ ആ സമയത്ത് നമ്മൾ സമയം കണ്ടെത്തി ചെയ്യുമ്പോൾ ഇതും കൂടെ കൂടുമ്പോൾ മീൻ കുഞ്ഞുങ്ങളെ വിൽക്കുകയും ചെയ്യാം. മീൻ കുഞ്ഞുങ്ങളെ ഇതിനകത്ത് വിൽക്കൽ നടക്കില്ല. നമ്മൾ വേറെ അത് പിടിച്ച് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ മീൻ കുഞ്ഞുങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ അത് വളർച്ചെടുത്ത് പാടാണ്. വരുന്ന സിലോപ്പിയ അതിനകത്ത് ഇപ്പോൾ 1 കിലോ 3/4 കിലോ അടുത്തുള്ള സിലോപ്പിയകളുണ്ട്. ഈ ഹൈബ്രിഡ് സിലോപ്പിയകളാണ്. പിന്നെ നെട്ടെന്ന് പറഞ്ഞ സാധനത്തിനകത്ത് വലുതാണ് കിടപ്പുണ്ട്. ഒരു 5 കിലോ 4.5 കിലോ 5 കിലോ വരുന്ന മീനിനകത്ത് കിടപ്പുണ്ട്. 4 കിടപ്പുണ്ട്. അപ്പോൾ അവരെ പിടുത്തം കിട്ടാൻ പോയിട്ട് വളർന്ന് വന്നേക്കണം. 2-2.5 കിലോ ആകുമ്പോഴത്തേക്കും പിടിച്ചു പോകും. അപ്പോൾ ഓവർ വലുതാണെന്നനുസരിച്ച് നമുക്ക് ചിലവുള്ള തീറ്റ കൂടുതലാണ്. ഇപ്പം നിലവിലിപ്പം ഈ കൃഷിപ്പണികൾക്കൊപ്പം തന്നെ ഇപ്പം പ്ലംബിംഗ് ജോലികൾ ചെയ്യുന്നുണ്ടോ? നിലവിൽ പ്ലംബിംഗ് ജോലി മോട്ടോർ വർക്കായിക്ക് വർക്കിന് പോകുന്നുണ്ട്. ഇടയ്ക്ക് സമയം കിട്ടുന്നതനുസരിച്ച്.
ചെയ്യുന്നുണ്ട്. ഏലം കൃഷി വീട്ടിലെ അടുത്ത് ഏലമുണ്ട്. ഏലമുണ്ട്. താമസിക്കുന്ന ഇപ്പോൾ മാങ്ങാത്തോട്ട് സെന്റ് മേരീസ് സ്കൂൾ തൊട്ടടുത്താണ്. സെന്റ് മേരീസ് സ്കൂളിൻ്റെ അടുത്താണ്, അരുവിളഞ്ചാലാണ് അല്ലേ? സെന്റ് മേരീസ് സ്കൂളിൻ്റെ അടുത്താണ്. ഞാനിപ്പോൾ എനിക്ക് കണ്ട ഫ്രീ ആയിട്ട് ബിജു തന്നാണ്, മങ്ങാട്ടെ ബിജു എന്ന് പറഞ്ഞ ബിജു ചേട്ടൻ എനിക്ക് കണ്ട ഫ്രീ ആയിട്ട് തന്നാണ്. ഒരു രൂപ പോലും എനിക്കിത് പാട്ടോ ഒന്നും കൊടുക്കണ്ട. ഒരു കിലോ കപ്പ അടിച്ചാൽ പോലും പുള്ളി അതിന് പൈസ തന്നിട്ട് പോകും. എന്നാലും ഞാൻ വഴക്ക് പറയും. എന്നാലും പുള്ളി അത് എനിക്ക് ഫ്രീ ആയിട്ട് കണ്ടം തന്നാണ്. അങ്ങനെ നല്ലൊരു മനസ്സോടുകൂടി പോകുന്നു. അപ്പോൾ മനസ്സിൽ നല്ല നന്ദി പറയുന്നു. ശരിക്കും കണ്ടത്തിൽ നടുന്നതും അതുപോലെ കരയിൽ നടുന്നതും തമ്മിലുള്ള വ്യത്യാസം എന്താണ് നിലവിൽ? ഇതിപ്പോൾ ഞാൻ കരയ്ക്ക് നട്ട് ഞാൻ കണ്ടത്തിൽ നിന്നാണ് തണ്ട് കൊണ്ടുവന്നത്. രാമപുരത്ത് പറഞ്ഞ സ്ഥലത്ത് നിന്ന് കണ്ടത്തിൽ നിന്നാണ് തണ്ട് കൊണ്ടുവന്നത്. പക്ഷേ ഇത് കരയ്ക്ക് ഞാൻ നട്ടിട്ടില്ല. പക്ഷേ ഞാൻ ഇതിപ്പോൾ കണ്ടത്തിൽ നട്ടപ്പോൾ എനിക്കിതിപ്പോൾ കണ്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ മണലിൻ്റെ ഒരു സംഭവം കാണുന്നുണ്ട്. കണ്ടോ, ഈ ചെളി എടുത്ത് വെച്ചേക്കുന്ന ഇതിപ്പോൾ ഞാൻ കാന കോരി വെച്ചിരിക്കുന്ന ഇതുണ്ടോ, ഈ മണ്ണുണ്ടോ, ഇത് അല്പം മണൽ കൂടിയ മണ്ണാണ്. അപ്പോൾ അതനുസരിച്ച് ആ കപ്പയ്ക്ക് കരുത്തുണ്ട്. ആ സമയം ഇച്ചിരി കണ്ടം പോലെ സംഭവമാണ്. അത് അവിടെ ഇച്ചിരി വെള്ളച്ചെടുപ്പുള്ള, അവിടെ ചെളി പോലെ മയം കൂടുതലുണ്ട്. അപ്പോൾ അവിടെ കപ്പയ്ക്ക് ഇച്ചിരി വളർച്ച കുറവുണ്ട്. അപ്പം മണലുള്ള കണ്ടത്തിന് ഇച്ചിരി കിഴങ്ങിനും വലിപ്പമുണ്ട്. മറ്റേ കിഴങ്ങെന്ന് പറഞ്ഞാൽ ഒരു മൂട് പറിച്ചിട്ട് 17 കിലോ വരെ ഉണ്ടായിരുന്നു. 17 കിലോ കപ്പ വരെ ഉണ്ടായിരുന്നു. അപ്പം അതനുസരിച്ച് കാര്യം ഒരു 6 മാസം കഴിഞ്ഞ് പറിച്ചില്ലെങ്കിൽ ആ സാധനം പൊട്ടിക്കരി പോകും. ഓ, അങ്ങനെയുണ്ടല്ലേ? 6 മാസത്തിനുള്ളിൽ പറിച്ചില്ലെങ്കിൽ അതിനൊരു ആ കപ്പ സുഖമല്ല, ആ ടേസ്റ്റ് പോയി അല്ലേ? കറക്റ്റ് സമയം നോക്കി നമ്മൾ പറിച്ചെടുക്കണം അല്ലേ? 6 മാസം കൊണ്ട് അത് പറിച്ച് 6.5 മാസം കൊണ്ട് പറിച്ച് ഒഴിവായി അടുത്തിട്ട് പോകണം. അതാണ് ഈ കപ്പത്തണ്ടിന്റെ പ്രത്യേകത. ഓക്കെ, എന്തായാലും നമ്മൾ കണ്ടത്തിലല്ലേ തണ്ട് കൊണ്ടില്ല 20 ഒരു തണ്ടിന് ഞാൻ കൊടുക്കുന്നത്. എന്തായാലും കണ്ടത്തിലെ കണ്ടത്തിലെ കപ്പ കൃഷിയും അതുപോലെ തന്നെ മീൻ കൃഷിയും ശരിക്കും പറഞ്ഞാൽ നമ്മൾ നോക്കുന്നതനുസരിച്ച് ലാഭകരമാണ്. എല്ലാവരും സൈഡ് ബിസിനസ് ആയിട്ട് പോകുന്നു.